ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓഫർ വീഡിയോ ആണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് ഒരു ഡെയിലി വെയർ വേസ്റ്റ് ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റുകളാണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളർ ഷെയ്ഡിലേക്ക് മെറൂൺ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ പീച്ച് കളറിൽ ത്രെഡ് എംബ്രോയിഡറി വർക്കും സെൽഫ് വർക്കും വരുന്നുണ്ട് കേട്ടോ. അതിൽ യോക്കിലേക്ക് ഇതുപോലെ ഔട്ട്ലൈൻ ആയിട്ട് ചെറിയൊരു എംബ്രോയിഡറി വർക്കും സ്വീക്കൻസസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ സെമി സിൽക്കാണ്. നമുക്ക് ഈവൻ എന്താ പറയുക, വാഷിംഗ് മെഷീൻ പോലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ ഇതിലേക്കും മെറൂൺ കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. സെൽഫ് ആയിട്ടുള്ളൊരു ഡിസൈൻ അതിലേക്കും പോകുന്നുണ്ട്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ്. സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഓഫർ പ്രൈസും ഒറിജിനൽ പ്രൈസും സ്ക്രീനിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. അതുപോലെ ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് റിട്ടേണോ എക്സ്ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ലൈലാക് പിങ്ക് കളർ ഷെയ്ഡിലേക്കാണ്. അതിലേക്ക് ഇതുപോലെ ഗ്രീനിന്റെയും ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ പീച്ച് റെഡ് എല്ലാം അതിലേക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. സെമി സിൽക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ ആ റെഡ് കളറിലേക്ക്, റെഡിഷ് മെറൂൺ കളറിലേക്കാണ് കേട്ടോ. സെയിം തന്നെ ഷോളും വരുന്നു. സെൽഫായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് അതിലേക്കും പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പൗഡർ ബ്ലൂ കളർ ഷെയ്ഡിലേക്കാണ്. നല്ല ഭംഗിയുള്ള എല്ലാവർക്കും മാച്ച് ആയി പോകുന്ന കളർ ഷെയ്ഡാണ്. നെക്ക് ലൈനിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നുണ്ട്. ഷോൾ വരുന്നത് ഇതുപോലെ ഗഡ്വാൾ ഷോളാണ്. സെൽഫായിട്ടുള്ള ഒരു ത്രെഡിന്റെ ഒരു വീവിങ്ങും സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലേക്ക് അതിലേക്ക് സെൽഫായിട്ടാണ് ആ ഒരു ത്രെഡിന്റെ വർക്ക് വരുന്നത്. നല്ല വീതിയിൽ വരുന്നുണ്ട്. ഇത്രയും പോർഷൻസ് അതിന്റെ വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക്. ഡെയിലി വെയർ ആയിട്ട് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഷോൾ വരുന്നത് ഗഡ്വാൾ ഷോളാണ്. ഇങ്ങനെ സ്വീക്കൻസസും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ കളർ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതിലേക്ക് ഇതുപോലെ നെക്ക് ലൈനിലേക്ക് യോക്കിലേക്കും അതിന്റെ വർക്കുകൾ പീച്ച് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലേക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ഈ ഒരു സെയിം മെറ്റീരിയലിലേക്ക് തന്നെയാണ് വരുന്നത്. സെയിം ടോണിലേക്കും നെറ്റാണ് ഫാബ്രിക്. ഷോൾ വരുന്നത് ഇതുപോലെ നല്ല രസമുള്ള ഒരു പാറ്റേൺ ത്രെഡിന്റെ വർക്ക് അതിലേക്കും പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. വരുന്ന സെമി സിൽക്ക് തന്നെയാണ് ഫാബ്രിക്. ഒരു റെസ്റ്റ് ഷീറ്റിലേക്കാണ് കേട്ടോ അത് വരുന്നത്. നെക്ക് ലൈനിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു. ബോട്ടം വരുന്നത് ഈ ഒരു സെയിം മെറ്റീരിയൽ സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോൾ വരുന്നത് പോലെ ഒരു സെമി ലിനൻ ഫാബ്രിക്കിലേക്കാണ്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ആ ഒരു ഡിജിറ്റൽ പ്രിന്റുകളെല്ലാം അതിലേക്ക് വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. വിചിത്ര സിൽക്കിൽ ആ ഒരു ഫർ ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഷിമ്മർ വിചിത്രാണ് ഫാബ്രിക്. നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലും കൂടിയാണ്. വൈറ്റ് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. ബാക്കിലേക്ക് ഫർ ഡിസൈൻ വരുന്നില്ല, ഫ്രണ്ടിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ ആണ്. ബോട്ടം വരുന്നത് നെറ്റാണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ ഷോളിലേക്ക് വരുന്നുണ്ട്. സെൽഫ് ഡിസൈനും അതിലേക്ക് പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ലൊരു റെഡ് കളറിലേക്കാണ് ഇത് വരുന്നത്. ആ ഒരു ഫർ ഡിസൈൻ ആ ഒരു ത്രെഡിന്റെ വീവിങ് ഇതിലേക്ക് പോകുന്നുണ്ട്. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ തന്നെ റെഡിലേക്ക് ആ ഒരു സെൽഫായിട്ടൊരു ഡിസൈനും പോകുന്നുണ്ട്. നെറ്റാണ് ഫാബ്രിക് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ടോണിലേക്കാണ്. അതിന്റെ തന്നെ ഒരു 1 ടോൺ ഡാർക്കർ ആയിട്ടാണ് അതിന്റെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഷോൾ വരുന്നത് ഗഡ്വാൾ ഷോളാണ്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബേജ് കളറിലേക്ക് സെമി സിൽക്ക് തന്നെയാണ് ഫാബ്രിക്. നല്ല ഭംഗിയായിട്ടുള്ള സെൽഫായിട്ടുള്ള ഒരു ത്രെഡിന്റെ ഒരു ഡിസൈനാണ് ഇതിലേക്ക് പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം സാൻറ്റൂൺ ആണ്. ഷോൾ വരുന്നത് ഗഡ്വാൾ ഷോളാണ്. ഇതിലേക്ക് സെൽഫായിട്ടൊരു ത്രെഡിന്റെ വീവിങ്ങും അതിലേക്ക് കുഞ്ഞു കുഞ്ഞു സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഷോളാണ്. ഷോളിന്റെ എൻ്റെ ഭാഗത്തേക്ക് കുറച്ചുകൂടെ തിക്കായിട്ടും ഹെവി ആയിട്ടും അത് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ആർക്കെങ്കിലും സ്റ്റിച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓർഡർ എടുക്കുമ്പോൾ. താങ്ക്